ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനി ഇവിടെ തന്നെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഷോക്കായത് സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും. പിന്നെ ഒരു വിധത്തിൽ ചന്ദ്രബോസ് സുസ്മിതയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒന്ന് കട്ടക്കി പിടിച്ചാൽ അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചന്ദ്രബോസ് പറയുന്നു. ഇതേസമയം ശാലിനിയുടെ ഓഫീസിൽ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവിടേക്ക് സുസ്മിതയും ചന്ദ്രബോസും വരുന്നുണ്ട്. അവർ കയറി വന്നതും PA പറയുന്നുണ്ട് ഇവിടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുകയാണെന്ന്. എന്നാൽ ശാലിനി പറയുന്നു മേയറും അസിസ്റ്റന്റ് കമ്മീഷണറും അല്ലേ, അവർ വരട്ടെ എന്ന്. രണ്ടുപേരും അവിടേക്ക് കയറി വരുന്നു. അവരുടെ കൂടെ ജഗദീപുമുണ്ട്. മേയർ ഇരിക്കണം എന്ന് സുസ്മിതയോട് പറയുകയാണ് ശാലിനി. അതിനിടയിൽ ചന്ദ്രബോസ് സുസ്മിതയുടെ ചെവിയിൽ പറഞ്ഞിരുന്നു നമ്മളില്ലാണ്ട് ഇവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അങ്ങനെ സുസ്മിത അവിടെ ഇരുന്നു. ശേഷം ശാലിനി ഒരു പെൻ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് തൻ്റെ ഭർത്താവായ വിഷ്ണു ശാലിനിക്ക് അന്നൊരു സമ്മാനം കൊടുത്തത്. പേനയായിരുന്നു സമ്മാനം കൊടുത്തത്. ആ പേന ശാലിനി ഭദ്രമായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ പേന ഇപ്പോൾ എടുത്തിട്ട് ആ പഴയ നിമിഷം ഒന്നുകൂടി ആലോചിക്കുകയാണ് ശാലിനി. താൻ കളക്ടറായി കഴിയുമ്പോൾ ആദ്യം ഒപ്പിടേണ്ടത് ഈ പേന കൊണ്ടായിരിക്കണമെന്ന് അന്ന് വിഷ്ണു പറഞ്ഞതായിരുന്നു. ഇപ്പോൾ ആ പേന കൊണ്ട് തന്നെയാണ് ശാലിനി ഒപ്പിടുന്നത്, അതും തൻ്റെ ഭർത്താവിന് വേണ്ടിയുള്ളത്. ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ് എന്ന് പറഞ്ഞ ആ ഫയൽ ചന്ദ്രബോസിനെ ഏൽപ്പിക്കുകയാണ് ശാലിനി. എന്താണ് മാഡം എന്ന് ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു സത്യഭാമ എന്ന സ്ത്രീയുടെ തോക്കിന്റെ ലൈസൻസ് നിഷേധിച്ചു കൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായതിനാൽ ലൈസൻസ് പുനഃസ്ഥാപിച്ചു കൊണ്ടുള്ള പുതിയ കളക്ടറുടെ ഉത്തരവ്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ വിട്ടയക്കണം. ഇത് കേട്ട് സുസ്മിത ഞെട്ടലോടെ ഇരിക്കുന്നു. അങ്ങനെ ആ ഫയൽ ചന്ദ്രബോസിനെ ഏൽപ്പിക്കുകയാണ് ശാലിനി. മേഡം അത് എനിക്ക് ACP പറഞ്ഞപ്പോൾ ശാലിനി ഒന്നുകൂടി പറയുന്നു വാങ്ങണം മിസ്റ്റർ ACP. മനസ്സോടെ ചന്ദ്രബോസ് അത് വാങ്ങി. കളക്ടർ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഞാൻ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിച്ചത് ആരാണെന്നും എങ്ങനെയാണെന്നും ഒരു അന്വേഷണത്തിന് ഉത്തരവാദിനുള്ള അധികാരം ഉണ്ട് ജില്ലാ കളക്ടർക്ക്. ആ കേസിൽ സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടായാൽ ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന പദവിയൊക്കെ അഴിച്ചുവെച്ച് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും പലർക്കും. പദവി സർക്കാർ നൽകിയതായാലും ജനങ്ങൾ നൽകിയതായാലും അത് ഞാൻ ചെയ്യാത്തത് എൻ്റെ ഈ കസേരയിൽ എനിക്ക് മുന്നേ ഇരുന്ന ആളോടുള്ള പരിമിതമായ ബഹുമാനം കൊണ്ട് മാത്രമാണ്. പക്ഷേ പോരാട്ടം അഴിമതിക്കെതിരെയാകുമ്പോൾ ബഹുമാനത്തിന് പോലും ആയുസ് ഒരു തവണത്തേക്കേ ഉണ്ടാകും, ഒരു ഒറ്റ തവണ. ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശാലിനി. ഉണ്ട്, സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ എന്ന് ബോസ് പറയുന്നു. റിലീസ് ഇമ്മീഡിയറ്റ്ലി, അയാളെ ഉടനെ വിട്ടയക്കണം എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ബോസ് പറയുന്നുണ്ട് അയാൾ ഒരു കേടിയാണ് മാഡം. ഒരു ജില്ലാ കളക്ടർക്ക് ചിലപ്പോൾ തോക്കിന്റെ ലൈസൻസ് തിരികെ കൊടുത്തേക്കാം, പക്ഷെ ഒരു ക്രിമിനലിനെ കസ്റ്റഡിയിൽ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലീസാണ് മാഡം. ഓഹോ അങ്ങനെയാണല്ലേ എന്ന് ശാലിനിയും. നിയമം അങ്ങനെയാണ് മാഡം എന്ന് ബോസും. എങ്കിൽ സത്യഭാമയുടെ മകൻ വിഷ്ണു ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന എല്ലാ കുറ്റങ്ങൾക്കും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നിയമം അങ്ങനെയുമുണ്ടല്ലോ ചന്ദ്രബോസെ എന്ന് കളക്ടർ പറഞ്ഞതും യെസ് മാഡം എന്ന് ബോസും പറയുന്നു. പിന്നെ വിഷ്ണുവിനെ വെറുതെ വിട്ടയച്ചാൽ മാത്രം പോരാ, പോലീസ് അകമ്പടിയോടെ തിരികെ സത്യഭാമയുടെ വീട്ടിൽ എത്തിക്കുകയും വേണം. പോലീസിന്റെ അധികാരത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായ ധാരണ ചന്ദ്രബോസിന് ഉള്ള സ്ഥിതിക്ക് ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് കൂടി പഠിപ്പിച്ചു തരാം. അറസ്റ്റിൽ കഴിയുന്നവർ, അവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, ആ കേസുകളിലെ അന്വേഷണ പുരോഗതി, ഇവയൊക്കെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം വിത്തിൻ 24 hours. ഈ മാസത്തെ അല്ലേ മാഡം എത്തിക്കാമെന്ന് ചന്ദ്രബോസ്. ഈ മാസത്തെ അല്ല. ചന്ദ്രബോസ് ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണറായി ചാർജ് എടുത്ത അന്ന് മുതലുള്ള കേസ് ഹിസ്റ്ററി. കേടികൾ പോലീസാകുമ്പോഴാണ് ജനത്തിന് കേടിയാകേണ്ടി വരുന്നത്. ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ ചന്ദ്രബോസിന്റെ റെക്കോർഡ്സ്. വൺ മോർ തിങ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഡെയിലി ബ്രീഫിംഗ് ഉണ്ടായിരിക്കണം ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 6-ന്. ഓരോ 24 മണിക്കൂറിലും പോലീസ് എന്തൊക്കെ ചെയ്തോ എന്തൊക്കെ ചെയ്തില്ല എന്നൊക്കെ. ഇറ്റ്സ് ആൻ ഓർഡർ. യെസ് മാഡം എന്ന് ചന്ദ്രബോസും. അത്രയും പറഞ്ഞിട്ട് ശാലിനി എണീറ്റിട്ട് പറയുന്നു മിസ്റ്റർ ACP, ഒറീസയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ തീവ്രവാദികളെ വരച്ച് വരയിൽ നിർത്തിയിട്ടുണ്ട് സബ് കളക്ടറായിരുന്ന ശാലിനി വിഷ്ണു. പിന്നെയാണ് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും പോലീസും പുസ്തകത്തിൽ പഠിച്ചത് നാട്ടിൽ നടപ്പാക്കണം ACP. അതിനാണ് സർക്കാർ നമുക്കൊക്കെ ശമ്പളം തരുന്നത്. നടത്തിയില്ലെങ്കിൽ നടത്തിക്കും ഈ ശാലിനി. ഇത് പറഞ്ഞപ്പോൾ ജഗദീപ് സന്തോഷത്തോടെ കൈയടിച്ചിട്ട് പറയുന്നു സൂപ്പർ കോലമാസ്. 2 വിസിലും കൂടി അടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കളക്ടറേറ്റ് ആയിപ്പോയി. ദേഷ്യത്തോടെ ചന്ദ്രബോസും സുസ്മിതയും. ശേഷം ശാലിനി സുസ്മിതയോട് പറയുന്നു മേയറും എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കുഞ്ഞുങ്ങൾക്കുള്ള ഉച്ചക്കഞ്ഞി മുതൽ കന്നുകാലിക്കുള്ള കാലിത്തീറ്റയിൽ വരെ കോർപ്പറേഷൻ കൈയിട്ട് വാരി എന്നൊരു ആരോപണമുണ്ട് കോർപ്പറേഷനെ പറ്റി.
ഫയലെല്ലാം ഇങ്ങ് കെട്ടിപ്പൊതിഞ്ഞെടുപ്പിക്കണോ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ മേയർ പറയുന്നു, നോ എന്ന് വെച്ചാൽ സഹകരിക്കുന്നോ ഇല്ലെന്നോ എന്ന് ശാലിനി ചോദിക്കുന്നു. സഹകരിക്കാം എന്ന് കൂടി പോലീസുകാരെ പോലെ എനിക്ക് ആരെ പറ്റിയും മുൻവിധിയില്ലല്ലോ എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് മനസ്സിൽ വിചാരിക്കുന്നു, സ്വന്തം കാര്യം വന്നപ്പോ നീ ഊരിയല്ലേടി. സോറി ചിറ്റപ്പ, ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് സുസ്മിതയും മനസ്സിൽ വിചാരിക്കുന്നു. ഗുഡ്, വെരി ഗുഡ് എന്ന് ശാലിനി അട പ്രമാദം എന്ന് പറഞ്ഞ ജഗദീപ് വീണ്ടും കൈയടിച്ചു. ഇതിനെയാണ് മൂക്കുകയറിയിടുക എന്ന് പറയുന്നത്. എന്നും ജഗദീപ് പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് ജഗദീപിന്റെ കാലിൽ ചവിട്ടി പിടിക്കുന്നു. ശാലിനി വീണ്ടും പറയുന്നു, ജീവനക്കാരെല്ലാം കൃത്യസമയത്ത് ഹാജരായിരിക്കണം. ജോലി സമയം കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ഇവിടെ ഇരിക്കാൻ പാടില്ല. ഓരോ ദിവസവും നിങ്ങളുടെ ജോലിക്കൊരു ടാർഗറ്റ് ഉണ്ടാകും. അത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഓരോരുത്തരുടെയും കുടുംബവും പ്രധാനമാണ്. നല്ലൊരു കുടുംബമുള്ളവർക്ക് നല്ലൊരു ഭരണാധികാരിയാകാൻ പറ്റും. അഴിമതി ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കില്ല ഞാൻ. പഞ്ചായത്ത് ഓഫീസിലെ ഡെയിലി വേജസുകാരായ ജീവനക്കാർ ചായക്കാശ് വാങ്ങിക്കുന്നത് പോലെയല്ല കളക്ടറേറ്റിലെ പിയോ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ഒരു കൈക്കൂലി. പദവി ഉയരുന്തോറും കുറ്റം കൂടുതൽ ഗുരുതരമാകും. പ്രത്യാഘാതവും. അഴിമതി, കൈക്കൂലി ഇതൊക്കെ തട്ടിയെടുക്കുന്നത് മറ്റൊരാളുടെ അവസരത്തെയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെയോ കുട്ടിയുടെയോ അവസരത്തെയാകും. നാളെ നിങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ അർഹിക്കുന്ന വിധവാ പെൻഷൻ ഒരാൾ തടഞ്ഞു വെച്ചാൽ എന്തുമാത്രം നിന്നെയും നികൃഷ്ടവുമായിരിക്കും അത്. നമ്മുടേത് എന്ന് കരുതി ചെയ്യുമ്പോഴേ ഏതൊരു ജോലിയിലും ആത്മാർത്ഥതയുണ്ടാകും. നമ്മൾ ജനത്തെ സേവിക്കുന്നില്ല, നമ്മൾ സേവിക്കുന്നത് നമ്മൾ തന്നെയാണ് ജനം. ജനത്തിൽ ഒരുവനാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ സേവിക്കാൻ സർക്കാർ നമ്മളെ തിരഞ്ഞെടുത്തോ, അതിന് ശമ്പളവും തരുന്നു. അതിലും വലിയ കാര്യം എന്താണ്? അതുകൊണ്ട് നല്ലതേ നടക്കാവൂ എന്ന് ശാലിനി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വിയോജിപ്പുള്ളവർക്ക് അത് രേഖപ്പെടുത്താം. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണിത് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ PA കൈപൊക്കി. പക്ഷേ കൈപൊക്കിയത് മറ്റൊന്നിനുമില്ല, കൈയടിക്കാൻ തന്നെയായിരുന്നു. അത് കണ്ട് എല്ലാവരും കൈയടിച്ചു. സന്തോഷത്തോടെ ജഗദീപും കൈയടിച്ചു. ചന്ദ്രബോസിനെ ശാലിനി ഒന്ന് നോക്കിയപ്പോൾ ചന്ദ്രബോസും കൈയടിച്ചു, കൂടെ സുസ്മിതയും. എന്നാൽ പിന്നെ എല്ലാവർക്കും അവരവരുടെ സീറ്റിലേക്ക് മടങ്ങാമെന്നും ശാലിനി പറയുന്നു. അങ്ങനെ അവരെല്ലാവരും പോകുന്നു. അപ്പോൾ കാണാൻ കളക്ടറെ എന്ന് സുസ്മിതയും പറയുന്നു. എല്ലാവരും പോയതിനു ശേഷം കാണണം, അതിനാണല്ലോ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മടങ്ങി വന്നിരിക്കുന്നത് എന്ന് ശാലിനിയും മറുപടി പറഞ്ഞു. അങ്ങനെ ചന്ദ്രബോസും സുസ്മിതയും അവിടെ നിന്ന് പോയി. ജഗദീപ് മാത്രം പോയില്ല. ജഗദീപിനോട് ശാലിനി പറയുന്നു, നന്ദിയുണ്ട് ജഗദീപ്, വിവരങ്ങളെല്ലാം കൃത്യസമയത്ത് എത്തിച്ചു തന്നതിന്. അത് പിന്നെ വിഷ്ണു ആശാനെ എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ മാഡം? ആശാനെയും സത്യാമേനെയും ഇവരൊക്കെ കൂടി കണക്കിന് ദ്രോഹിച്ചു. അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയത്. ജോൺ എബ്രഹാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ജഗദീപ് വിജിലൻസിന് കൊടുത്തതും ഒരു വലിയ മാറ്റത്തിന് സഹായിച്ചു. ഇത് കേട്ട് ജഗദീപ് പറയുന്നു, കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, പക്ഷേ മേഡത്തിന്റെ കുടുംബമോ? അതെ, ഞാൻ അവിടെ ഒന്ന് വിളിച്ചറിയിച്ചോട്ടെ, ഇവിടെ കളക്ടറായി ചാർജ് എടുത്തുവെന്ന്. വിഷ്ണു ആശാന് വലിയ സന്തോഷമാകും. ആശാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അത്. എന്നെ എപ്പോൾ കണ്ടാലും ശാലിനി മേഡത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ മനസ്സിൽ മേഡം മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞോട്ടെ മേഡം. ശാലിനി പറയുന്നു, സമയമായിട്ടില്ല ജഗദീപേ, ആവുമ്പോൾ ഞാൻ തന്നെ പറയാം. ശരി, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ജഗദീപ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പോകുന്നു. ഒരു നിമിഷത്തേക്ക് ശാലിനി ജഗദീപ് പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. തന്റെ വിഷ്ണുവിനെ കുറിച്ചും ആലോചിക്കുന്നു. പുറത്തു വന്നതിന് ശേഷം ചന്ദ്രബോസിനോട് വളരെ ദേഷ്യത്തോടെ സുസ്മിത പറയുന്നു, ചിറ്റപ്പിനെ ഒന്നും പറയണ്ട, അവളെ കൊണ്ടൊന്നും സാധിക്കില്ല. നമ്മളൊക്കെ കൂടി പിന്തുണച്ചില്ലെങ്കിൽ അവള് കസേരയിലിരുന്ന് തുരുമ്പിക്കും. കാറ്റുപോയ ബലൂണാണ് എന്നൊക്കെയല്ലേ തട്ടിവിട്ടത്. എന്നിട്ടിപ്പോ എങ്ങനെ ഇരിക്കുന്നു? എടി, അവൾ ഇത്രയും ജഗജില്ലിയാണെന്ന് ഞാൻ കരുതിയില്ല മോളെ എന്ന് ചന്ദ്രബോസ് കരുതണമായിരുന്നു. എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറയുന്നു, മോളെ നീ മേയറാണെന്നുള്ള കാര്യം മറക്കരുത്. മേയർ കുന്തം. ദേ ചിറ്റപ്പ, ഞാൻ നീ ഒന്നും നോക്കില്ല കേട്ടോ. ചിറ്റപ്പന് അറിയാലോ, 6 വർഷമാണ് ഞാൻ ജയിലിൽ ഹോമിച്ചത്. എൻ്റെ നല്ല പ്രായം, യൗവനം. അവൾ ഒറ്റ ഒരാള് ശാലിനി കാരണം. ശാലിനി സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് മസൂരിയിലേക്ക് പോയതിന് പിന്നാലെ എൻ്റെ പരോളും തീർന്നു. പിന്നെയുള്ള 6 വർഷം ജയിലിനുള്ളിലെ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചിറ്റപ്പനറിയോ? പറഞ്ഞാലൊന്നും മനസ്സിലാകില്ല. അത് എത്ര പണമോ പദവിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കയ്യൊക്കുള്ളവരുടെ മാക്കം ലോകമാണത്. കൊലപാതകളുടെയും മോഷ്ടാക്കളുടെയും കവർച്ചക്കാരുടെയും ലൈംഗിക തൊഴിലാളികൾ കൂടെയാണ് സുസ്മിത അന്തി ഉറങ്ങിയതും ജീവിച്ചതും. UK-യിൽ ജോലി ചെയ്യുന്ന രാജശേഖരന്റെയും സരളയുടെയും മകൾ സുസ്മിത. പണത്തിലോ പദവിയിലോ യോഗ്യതയിലോ സൗന്ദര്യത്തിലോ സുസ്മിതയുടെ 7 അയലത്ത് വരാത്തതുങ്ങൾ തന്നെ
ചേച്ചി എന്ന് മേഡം എന്ന് വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. വാർഡന്റെയും ജയിൽ ജീവനക്കാരുടെയും ഭരണം വേറെയും. ചിറ്റപ്പനും അമ്മയും അച്ഛനും പുറത്തുണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇനിയൊരു പരോളില്ല. അനുവദിക്കപ്പെട്ട ദിവസം മാത്രം വിസിറ്റേഴ്സിന്റെ റൂമിൽ വന്ന് എന്നെ നിങ്ങൾക്ക് കാണാം. മോളെ നിനക്ക് സുഖമല്ല എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ണീര് കുടിച്ചിറക്കിയാണ് സുഖം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വേറൊരു ലോകമാണ്. പുറം ലോകവുമായി ഒരു ബന്ധവും സാദൃശ്യവും ഇല്ലാത്ത വേറൊരു വിചിത്രമായ ലോകം. ഇനി ഞാൻ സുഖമല്ല എന്നറിയിച്ച് കുറെ പരാതികൾ പറഞ്ഞാലും അത് അങ്ങനെ തന്നെ തുടരും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നത്തിൽ വലിയൊരു സിനിമയിൽ നമുക്ക് കയറി ഇടപെടാൻ പറ്റോ? ഇല്ല. ആരോ തയ്യാറാക്കിയ വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതിന് പുറത്തുനിന്ന് കൈയടിച്ചാലും കൂകി വിളിച്ചാലും ആ സ്ക്രിപ്റ്റിൽ അതേ മുന്നോട്ട് നീങ്ങും. അതുപോലെ തന്നെയാണ് ഏതം. ഇത് കേട്ട് ചന്ദ്രബോസ് പറയുന്നു, മോളെ മനസ്സിലാകുന്നുണ്ടോ? ഇത് കേട്ട് വീണ്ടും സുസ്മിത പറയുന്നു, മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല ചിറ്റപ്പ. ചിറ്റപ്പൻ അറിയോ, സെല്ലിന്റെ തണുത്ത തറയിൽ കവിളമർത്തി കണ്ണുനീര് കുടിച്ചു കിടന്ന എല്ലാ രാത്രിയിലും എനിക്ക് ഒരു സമാധാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജയിലിൽ കിടന്ന് പുഴുവരിച്ചാലും അവളുണ്ടല്ലോ, അവളുടെ കുടുംബം തുലഞ്ഞു പോയല്ലോ എന്ന്. അവള് ഇനി ഒരിക്കലും ഭർത്താവുമായി സുഖമായി ജീവിക്കാൻ പോകുന്നില്ലെന്ന്. കുടുംബമോ കുഞ്ഞുങ്ങളോ സമാധാനമോ ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ലെന്ന്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും പണത്തിന്റെ ബലത്തിൽ കോർപ്പറേഷനിൽ മത്സരിച്ചു പണം എറിയാനുള്ള കഴിവുള്ളത് കൊണ്ട് മേയറുമായി. അല്പം നരകിച്ചെങ്കിലും എല്ലാം ജയിച്ചു. ഇനിയൊരു തോൽവി ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവളുടെ ഒരു റീ എൻട്രി. അത് പത്തരമാറ്റ് പകിട്ടോടെ. അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ സമാധാനിച്ചിരിക്കുമ്പോൾ വീണ്ടും ഒരു അംഗത്തിന്റെ ആയുധങ്ങൾ സംഭരിക്കുമായിരുന്നു ശാലിനി. മസൂരിയിലെ ട്രെയിനിങ്ങും സബ് കളക്ടർ പദവിയും ഒക്കെയായിട്ട്. അവള് പറഞ്ഞത് കേട്ടില്ലേ, ഒറീസയിലും പഞ്ചാബിലും എല്ലാവരെയും ഒതുക്കിയെന്ന്. അവളങ്ങ് വിലസുകയായിരുന്നു. നമ്മളത് നേരത്തെ കരുതിയിരിക്കേണ്ടതായിരുന്നു. കൺമുന്നിലെങ്കിലും അവളുടെ നീക്കങ്ങൾ അറിയണമായിരുന്നു. അവൾ എവിടെയുണ്ടോ, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ. എങ്കിൽ അപ്രതീക്ഷിതമായ ഇങ്ങനെ ഒരു അടി കിട്ടില്ലായിരുന്നു. ചന്ദ്രബോസ് പറയുന്നു, നീ സമാധാനിക്കടി. ഇത് ഒറീസയും പഞ്ചാബും ഒന്നുമല്ല, ഇത് കേരളമാണ്. കേരളം. കളക്ടർ എന്ന് പറയുന്നത് ഒരു സർക്കാർ പദവിയാണ്. കളക്ടറിന്റെ ഒരു ചുവട് മുന്നിലാണ് മേയർ. പക്ഷേ മേയർ ഉണ്ടല്ലോ, ജനപ്രതിനിധിയാണ്. അതിന്റെ പവർ ഒന്ന് വേറെയാടി. വീണ്ടും സുസ്മിത പറയുന്നു, ഉലക. ചിറ്റപ്പൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ എന്നെ അവളുടെ ചേംബറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? എന്നിട്ടിപ്പോ എന്തായി? ജഗദീപ് അവിടേക്ക് വന്നിട്ട് പറയുന്നു, ഗോവിന്ദ ഗോവിന്ദ. എന്താണ് നിനക്കെന്നെ ദേഷ്യത്തോടെ? ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ ജഗദീപ് പറയുന്നു, അയ്യോ ദേഷ്യപ്പെടാതെ എന്റെ പൊന്നു ചിറ്റപ്പ. ചിറ്റപ്പൻ സാറ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇവൾക്ക് ചില വ്യക്തത കൊടുക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. എടേ സുസ്മിതേ, ജനപ്രതിനിധിയാണെന്നൊക്കെ പറഞ്ഞ് നീ വെറുതെ തെറ്റിദ്ധരിച്ച് കളയല്ലേ. വെറും 13 വോട്ടിനാണ് നീ ജയിച്ചെന്നുള്ള കാര്യം മറക്കണ്ട. ഇപ്പോൾ 3 കൗൺസിലർമാരുടെ ഭൂരിപക്ഷത്തിനാണ് നീ മേയറായിട്ട് വിലസുന്നത്. ഇനിയൊരു കുതികാൽ വെട്ടോ കൗൺസിലർമാർക്ക് മാറ്റമോ സംഭവിച്ചാൽ നീ ഒരു സാധാരണ കൗൺസിലർ മാത്രമാണ്. ഇനിയൊരു ഇലക്ഷനാണ് വരുന്നതെങ്കിൽ നീ നിന്ന് ശിവകാശി പടക്കം പോലെ പൊട്ടും. അപ്പോൾ നീ കൗൺസിലറൊന്നുമല്ല, വെറും പ്രജ. ഇത് കേട്ട ദേഷ്യത്തോടെ വീണ്ടും സുസ്മിത നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.